الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله أيضا: بسم الله الرحمن الرحيم: وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും യഥാർത്ഥ മുസൽമാന്മാരായി കൊണ്ട് നമ്മുടെ ജീവിതാവസാനമാകുന്ന മരണത്തെ കണ്ടുമുട്ടുവാനുമാണോ ആജ്ഞാപിച്ചിട്ടുള്ളത്? അത്തരമൊരു നിലപാടിലൂടെയായിരിക്കണം എപ്പോഴും നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലവഴിക്കാൻ പറഞ്ഞിടത്ത് വളരെ നന്നായി ചിലവഴിക്കുന്ന ഒരു ഉമ്മത്താണ് ഈ ഉമ്മത്ത് എന്ന് എല്ലാവരും സാക്ഷി നിൽക്കാറുണ്ട്. നമ്മളല്ലാത്ത സഹോദര സമുദായ അംഗങ്ങളാകുന്ന ആളുകൾ വരെ നിർണായകമായ ഘട്ടങ്ങളിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ചും ദാനധർമാദി ശീലങ്ങളിൽ ഏറ്റവും മാതൃകാപരമായി ഏറ്റവും നല്ല രൂപത്തിൽ ചിലവഴിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് മുസ്ലിം സമുദായം എന്ന് പറയാറുണ്ട്. അത് വളരെ ഏറെ ശരിയായ ഒരു വസ്തുതയാണ് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു ഘടകം സമ്പത്തിനോടുള്ള ഇസ്ലാമികമായ വീക്ഷണം
ഇസ്ലാമികമായ നിർദ്ദേശം അത് വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം, മനുഷ്യന് ചൂഷണ വിധേയമാകുന്ന എല്ലാ വിധത്തിലുമുള്ള സാമ്പത്തികമായ ക്രമങ്ങളെയും ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി വിരോധിക്കുകയും ഹറാമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം, മതക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ അത് വിരോധിക്കപ്പെട്ടതാണെങ്കിലും, അല്ലെങ്കിൽ ആ വിരോധനത്തിൻ്റെ വാക്കുകൾ ഇന്നും അത്തരം പ്രമാണങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും, ജീവിതവുമായിട്ട് ആ പ്രമാണങ്ങൾക്ക് യാതൊരു നിലയിലും വില കൽപ്പിക്കാത്ത പ്രവർത്തനങ്ങളാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പലിശ, കൈക്കൂലി, അതുപോലെ തന്നെ മഹറിന് വിപരീതമായി വരുന്ന സ്ത്രീധനം, അതുപോലെ തന്നെ പരസ്പര തൃപ്തിയില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളിലൂടെ സമ്പാദിക്കുന്നത്, ഇതെല്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളായിട്ടാണ്, നിഷിദ്ധങ്ങളായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടാവുന്ന മേഖലകളിൽ നമുക്ക് ചിലവഴിക്കുക എന്ന് പറയുന്നതിന് പ്രയാസമില്ല. നമ്മളങ്ങനെ ചിലവഴിക്കുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, ഇൻ തുക്രിമുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം എന്നാണ് 64-ാമത്തെ അധ്യായം സൂറ അത്ത്-തആബുനിന്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഈ പരിചയപ്പെടുത്തിയ ആശയത്തിലുള്ള ആയത്തുകൾ ഖുർആനിന്റെ മറ്റ് ഇതര ഭാഗങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും. ഇൻ തുക്രിമുല്ലാഹ ഖർളൻ ഹസനൻ, നിങ്ങളിൽ ഏറ്റവും നല്ല കടം അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നവരാരാണുള്ളത്? അങ്ങനെ കൊടുക്കുകയാണ് എങ്കിൽ യുളാഇഫഹു ലക്കും, നിങ്ങൾക്ക് അവൻ ഇരട്ടി ഇരട്ടിയാക്കി അത് വർദ്ധിപ്പിച്ചു തരും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ശകൂറുൻ ഹലീം, അല്ലാഹു അവന്റെ അടിയാറുകളോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്, അങ്ങേയറ്റം സഹനതയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ വിശ്വാസം അനുവദനീയമായ മാർഗങ്ങളിൽ, അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗങ്ങളിൽ നമ്മൾ കടം കൊടുത്താൽ, ചെലവഴിച്ചാൽ, അത് അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഐഹികമായ ലോകത്തും പാരത്രികമായ ലോകത്തും ഇരട്ടി ഇരട്ടിയായി അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ വിഭവങ്ങൾ അവൻ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇത് ഓരോ വിശ്വാസികളിലും വളരെ ചെറുപ്പം മുതൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ വരെ പലപ്പോഴും പല വിധത്തിലുമുള്ള പ്രയാസങ്ങൾ സമൂഹം അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിലുള്ളത് കൂടി ഞങ്ങൾ ഇതാ നൽകാൻ സന്നദ്ധമാണ് എന്ന് പറയുന്നവരിൽ ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിന്റെ മക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ജീവിതത്തിൽ നമുക്ക് വന്നു പോയിട്ടുള്ള പാപങ്ങൾ, വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമെന്നതാണ് നമ്മുടെ വിശ്വാസം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ നമ്മൾ ചെലവഴിച്ചാൽ മാത്രം അല്ലാഹു തആല സ്വീകരിക്കുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെലവഴിക്കുമ്പോൾ നമ്മുടെ മാനസികമായ തലങ്ങൾ കൂടി അല്ലാഹു തആല പരിഗണിക്കുമെന്നത് വളരെ കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ആ വിഷയങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ. ഖുർആൻ അതിന്റെ 2-ാമത്തെ അധ്യായമാകുന്ന സൂറ അൽ ബഖറയിലെ 264-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ, നിങ്ങൾ കൊടുക്കുന്ന സദഖാത്തുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. വിഫലമാക്കി കളയരുത്, ബാത്തിലാക്കി കളയരുത്. എങ്ങനെയാണത് ബാത്തിലായി പോവുക? ബിൽ മന്നി വൽ അദ, നിങ്ങൾ എടുത്തു പറയുന്നതിലൂടെ. ഒരാളെ സഹായിക്കുകയും പിന്നീട് ആ സഹായം നമ്മൾ എടുത്തു പറയുന്നതിലൂടെ നമ്മുടെ ആ പ്രതിഫലം നഷ്ടപ്പെടുന്നുവെന്ന് ഖുർആൻ പറയുന്നു.
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളുടെ അഭിമാനത്തെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ രക്തം പോലെ, നമ്മൾ പരിപാലിക്കുന്ന നമ്മുടെ സമ്പത്ത് പോലെ, അതുപോലെ ഇസ്ലാം പവിത്രമാക്കിയതാണ് നിങ്ങളുടെ അഭിമാനം. അപ്പോൾ സമ്പത്തില്ലാത്ത ഒരുവനെ നമ്മൾ ഒരിക്കലും അപമാനിക്കുന്നതിന് തുല്യമായി, അവന്റെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമായി നമ്മൾ കൊടുത്ത ഏതെങ്കിലും ഒരു സഹായത്തെ, നമ്മൾ അവന് നൽകിയ ഏതെങ്കിലും ഒരു സ്വതക്കാത്തിനെ നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വതക്കകൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. രണ്ടാമത് ഖുർആൻ പറഞ്ഞത് അതുപോലെ തന്നെ അവന് അതിനുശേഷം ഉപദ്രവിക്കുക, അവനെ ദ്രോഹിക്കുക, അവന് മാനസികമായോ ശാരീരികമായിട്ടോ ഒക്കെ പ്രയാസകരമായി തീരുന്ന ഉപദ്രവങ്ങൾ ആ നൽകിയവന്റെ ഭാഗത്ത് നിന്നുണ്ടായാലും നൽകിയവന്റെ പ്രതിഫലം അത് നഷ്ടപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. നമുക്കറിയാം, മുനാഫിക്കുകളുടെ ഏറ്റവും വലിയ ലക്ഷണം എന്തൊന്ന് ചെയ്യുമ്പോഴും അത് ജനസമൂഹത്തിൽ തനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണം, തനിക്ക് അംഗീകാരങ്ങൾ കിട്ടണം, തനിക്ക് പദവികൾ കിട്ടണം, അതുപോലെ തന്നെ തന്നെ ആളുകൾ എടുത്തു പറയുകയും പുകഴ്ത്തുകയും ചെയ്യണം. അങ്ങനെ ജനമാന്യതയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ മുന്നിൽ ആളാകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരുവനെ പോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സദക്കകൾ പാഴാക്കി കളയരുത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവർക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവരാണ്. ആയത്ത് തുടങ്ങിയത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന വിശ്വാസികളിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട രണ്ട് വിശ്വാസങ്ങളെ ഖുർആൻ എടുത്തു പറയുകയാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് കടം കൊടുക്കുകയാണ് എങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയാക്കി തരാം എന്ന് അള്ളാഹു തആല വാഗ്ദാനം ചെയ്യും. ഈ ഇരട്ടിയുടെ 700-ലേറെ ഇരട്ടിയായി നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെലവഴിച്ച നിങ്ങളുടെ സ്വതക്കകൾ നിങ്ങൾക്ക് അല്ലാഹു തആല പരിപോഷിപ്പിച്ചു തരാം എന്ന് അല്ലാഹു തആല നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ പരലോക വിശ്വാസമില്ലാത്ത ആളുകളും അല്ലാഹുവിൽ യഥാർത്ഥമായ വിശ്വാസമില്ലാത്ത ആളുകളും ചെയ്യുന്ന നിലപാടുകൾ, എടുക്കുന്ന നിലപാടുകൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും സദക്ക ചെയ്താൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞ ഒരു വിഷയമാണ് അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. 17-ാമത്തെ അധ്യായമാകുന്ന സൂറ ഇസ്രായിലെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയണേ, ഇനി സ്വതക്ക ബാത്തിലായി പോകുന്ന ഒരു രംഗമുണ്ട്. എവിടെ സ്വതക്കയാണ് ബാത്തിലാകുന്നത്? നമ്മൾ കൊടുത്ത ദാനധർമ്മമാണ് ബാത്തിലാകുന്നത്. നിങ്ങളുടെ സദക്കകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികളായിരുന്ന കുടുംബക്കാർക്ക് നിങ്ങളാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വൽ മിസ്കീൻ, നിങ്ങളുടെ ഇടയിലുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം അവരുടെ അവകാശം. വബിനസ്സബീൽ, വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ കുടുങ്ങിപ്പോയാൽ അവരെയും സഹായിക്കാനും അവരുടെ അവകാശം കൊടുക്കാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ട് ഉടനെ അല്ലാഹു തആല പറഞ്ഞു, വലാ തുബദ്ദിർ തബ്ദീറ. പക്ഷേ ആ കൊടുക്കുന്നിടത്ത് പോലും ധാരാളിത്തം ഉണ്ടാകാൻ പാടില്ല, അമിതവ്യയം കാണിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെയാണ് ഖുർആൻ ഈ വിഷയം പറഞ്ഞത്? ഖുർആൻ ഈ വിഷയം പറഞ്ഞത് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നിടത്താണ്. ഒരാള് മടിയനായി പോകാൻ, പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ വന്ന ചരിത്രമൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാ, ഞാനത് വിശദീകരിക്കുന്നില്ല അല്ലെ. എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചുകൊണ്ട് യാചകരായി വന്ന ഒരാളോട് നിന്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുകയും ആ ഉള്ള വസ്തു കൊണ്ടുവരാൻ വന്ന് പറയുകയും അത് ആ പള്ളിയിൽ വെച്ച് ലേലം ചെയ്ത് കിട്ടിയ 2 ദിർഹമുകളിൽ 1 ദിർഹം അവന്റെ കുടുംബത്തിന് വേണ്ട അന്നത്തെ വക വാങ്ങുവാനും മറ്റൊരു ദിർഹം കൊണ്ട് പ്രവാചകൻ ഒരു മഴ വാങ്ങിക്കൊടുത്ത് ആ മഴ കൊണ്ട് നീ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് ഒരു നിശ്ചിതമായ അവധിക്ക് ശേഷം വീണ്ടും പ്രവാചകനെ വന്ന് കാണാനും പറഞ്ഞിട്ടുള്ള ചരിത്രം നമുക്കറിയാം. അപ്പൊ കൊടുക്കുന്നിടത്ത് പോലും നമുക്ക് ഇബ്സാർ പാടില്ല, ഇസ്റാഫ് പാടില്ല, ധൂർത്ത് പാടില്ല, അമിതവ്യയം പാടില്ല, ധാരാളിത്തം പാടില്ല. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് കൊടുക്കുന്നിടത്ത്. അങ്ങനെ ആയാലും ഇന്നൽ മുബസ്സിരീന കാനൂ യഖ്വാനുസ് ശയാത്തീൻ വകാന ശൈത്വാനു റബ്ബിഹി കഫൂറ. അവർ അങ്ങനത്തെ ഒരു നിലപാടുകാരായി കൊണ്ട് നമ്മൾ ദാനധർമ്മമല്ലേ എന്ന് വിചാരിച്ചു കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ പോലും നഷ്ടപ്പെടും എന്ന് മാത്രമല്ല
തീർച്ചയായും അവർ പിശാചിന്റെ സഹോദരന്മാരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവന്റെ ആ പ്രവൃത്തി പൈശാചികതയിലേക്ക് ചേർത്ത് അത് തീർച്ചയായും പൈശാചികമായ പ്രവർത്തനമാണ്, പിശാചിന്റെ പ്രവർത്തനമാണ് ഇബ്താർ, പിശാചിന്റെ പ്രവർത്തനമാണ് ഇസ്റാഫ്. അമിതവ്യയം എന്ന് പറയുന്നത് പൈശാചികമായ പ്രവർത്തനത്തിലേക്ക് ചേർത്തിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇത് ദാനധർമ്മങ്ങളുടെ വിഷയത്തിലാണ്. ഇനി എവിടെയാണ് നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു മേഖലയുള്ളത്? നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാകുന്ന ഭക്ഷണ പാനീയങ്ങളുടെ വിഷയത്തിലാണ്, അല്ലെ? അവിടെ എന്താണ് ഖുർആനിന്റെ കൽപ്പന? അവിടെ ഖുർആനിന്റെ കൽപ്പന നമുക്ക് എല്ലാവർക്കും അറിയാം, കുലൂ വശ്റബു മിൻ റിസ്ഖില്ലാഹ്. പൂർവിക വേദ സമൂഹത്തോട് പറഞ്ഞതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്താണ് ഖുർആൻ എന്ന് പറഞ്ഞത്. 2-ാമത്തെ അധ്യായമാകുന്ന സൂറ അൽ ബഖറയിലെ 60-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല അവരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങൾക്ക് തിന്നാം, വശ്റബു, നിങ്ങൾക്ക് അന്നപാനീയങ്ങളാകുന്ന പാനീയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ വലാ തഅസൗ മിൻ റിസ്ഖില്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, പക്ഷേ നിങ്ങൾ അതിലൊരിക്കലും അതിര് കവിഞ്ഞ് കുഴപ്പക്കാരായി മാറരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിര് കവിയാൻ പാടില്ല. ഇനി നിങ്ങൾ രണ്ടാമത് ആലോചിച്ച് നോക്ക്, കുലൂ വർഔ അൻആമകും, സൂറത്ത് ത്വാഹ. നിങ്ങൾ ഭക്ഷിക്കണം, വർഔ അൻആമകും, മേയേണ്ടത് നിങ്ങളുടെ കന്നുകാലികളാണ്. ഖുർആനിലെ പ്രയോഗം നോക്ക്, നിങ്ങൾ മാന്യമായി ഭക്ഷിക്കണം. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് എല്ലാവരുടെയും. അത് മാന്യമായിരിക്കണം, അത് മര്യാദപൂർവമായിരിക്കണം, അത് ഏറ്റവും ആദരവോടുകൂടി നടത്തപ്പെടേണ്ട ഒരു സംഗതിയാണ്. മേഞ്ഞു നടക്കേണ്ട സംഗതിയല്ല. മേയേണ്ടതാരാ? വർഔ, മേയേണ്ടത് അൻആമകും, നിങ്ങളുടെ കന്നുകാലികളാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിൻ നുഹ, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് ദൈവികമായ ഈ ആയത്തുകളിൽ കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക്. ഞാൻ ഈ വിഷയം പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വിഷയം കുടുംബ ജീവിതത്തിന്റെ അസ്ഥിവാരമിടലാണ്. മഹർ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ഇനിയുള്ളതൊരു വലീമയാണ്, അല്ലെ? മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സന്തത സഹചാരിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്താണ് ഒരു വിശേഷം? ഞാനൊരു വിവാഹം കഴിച്ചു പ്രവാചകരെ. നിങ്ങൾ ആലോചിച്ചതൊക്കെ, മദീനത്തെ പള്ളിയിൽ ഇമാമാണ് റസൂലുള്ളാഹ്. റസൂലുള്ളാഹിയുടെ അനുയായിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. റസൂൽ പറഞ്ഞിട്ടില്ല കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് ഒരാൾ വിവാഹം കഴിച്ചാൽ എന്നെ വിളിക്കാതെ വിവാഹം കഴിച്ചു. എന്നാലും അവൻ കാണിച്ചത് എന്തൊരു ധിക്കാരമായി പോയി. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകനേക്കാൾ വലിയ ഇമാമുമാരും പ്രവാചകനേക്കാൾ വലിയ കാളിമാരും പ്രവാചകനേക്കാൾ വലിയ ആളുകളുണ്ടാകണം ഈ സമുദായത്തിൽ, വേണ്ടല്ലോ. ഒരാൾക്ക് വിവാഹം കഴിക്കാം, അയാൾ ഇച്ഛിക്കുന്ന പോലെ, അയാളുടെ ഇംഗിതത്തിനനുസരിച്ച്, അയാളുടെ ആവശ്യത്തിനനുസരിച്ച് അയാൾക്ക് വിവാഹം കഴിക്കാം. അയാൾ ഒരു കാളിയെ വിളിക്കട്ട, ഒരു കാളിയും അതിനാവശ്യമില്ല. മാന്യമായി മര്യാദപൂർവ്വം അയാൾക്ക് വിവാഹം കഴിക്കാം. അയാൾ അങ്ങനെ കഴിച്ചാൽ ഒരു കാളിയും കുറ്റപ്പെടുത്തേണ്ടതില്ല, ഒരു പണ്ഡിതനും കുറ്റപ്പെടുത്തേണ്ട, ഒരു പ്രസിഡന്റ് കുറ്റപ്പെടുത്തേണ്ട. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതെ ഒരു വിവാഹമൊക്കെ കഴിച്ചില്ലേ, എന്നാൽ 4 ആൾ അറിയണോട്ടോ. അത് കഴിഞ്ഞിട്ടായാലും മതി, നിക്കാഹ് കഴിഞ്ഞിട്ടായാലും മതി. അതുകൊണ്ട് ഫൗലിൻ വലൗബി സാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു വലീമത്ത് നീ നടത്തിക്കളാം. സമൂഹം അറിയണല്ലോ നീ ഒരു പെണ്ണിനെ കൊണ്ട് പോകുമ്പോൾ നീ വിവാഹം കഴിച്ച പെണ്ണാണെന്ന്. അതുകൊണ്ട് നീ ഒരു വലീമ നടത്തിക്കോ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വലീമയുടെ പേരിൽ നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മാന്യമായ ഭക്ഷണത്തിന്റെ വിഭവങ്ങളാണോ, അതല്ല കന്നുകാലികളെ പോലെ മേഞ്ഞു നടക്കുന്ന അവസ്ഥയിലാണോ നമ്മുടെയൊക്കെ വിവാഹത്തിന്റെ ഭക്ഷണ മേഖല? അതിനാണ് ഞാൻ ആയത്തോതിയത്, സൂറത്ത് ത്വാഹയിൽ ആയത്തോതിയതിനാ. നമ്മൾ ഭക്ഷിക്കുകയാണ് വേണ്ടത്, മേഞ്ഞു നടക്കേണ്ടത് കന്നുകാലികളാണ്. ഖുർആൻ കൃത്യമായി നമ്മളോട് പറഞ്ഞുതരാം. മേയാൻ വിടേണ്ട ഒരു വർഗമല്ല മനുഷ്യവർഗം. ഭക്ഷണത്തിനോട് അവർ കാണിക്കേണ്ട മര്യാദകളുണ്ട്, അവർ കാണിക്കേണ്ട അതബുകളുണ്ട്, അവർ കാണിക്കേണ്ട നന്ദിയുണ്ട്, ഇല്ലേ? ഇല്ല ഇല്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു ഭക്ഷണം കഴിക്കേണ്ടത്, അതെങ്ങനെ തുടങ്ങണം? ഉമർ ബിൻ അബീ സലമ വളരെ ചെറിയ കുട്ടിയാ. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് റസൂലുള്ളാഹി വാങ്ങിച്ചതാ.
ആ ഉമർ ബിൻ അബീ സലമ പറയണേ, ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സമ്മിൻ ഇല്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, സമ്മിൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് നീ ഭക്ഷണം നീ കഴിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു. ഏത് കല്യാണ സ്ഥലത്തിലാണ് പോയി എടുത്ത് ഇങ്ങനെ മേഞ്ഞ് നടന്ന് ഇങ്ങനെ തിന്നുന്ന നാൽക്കാലികൾക്ക് എവിടെയാണ് ബിസ്മി, എവിടെയാണ് ഹംദ്? ഇതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ പറയുന്നതായിട്ടുള്ളൊരു മേഖലയുണ്ട്. ധൂർത്ത് അത് ആപേക്ഷികമാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്കുണ്ട്, അനാവശ്യമായ വിഷയത്തിൽ നിങ്ങൾ ഒരു പൈസ ചെലവഴിച്ചാൽ അത് ധൂർത്താണ്. നന്നായി പഠിക്കണോട്ടോ. അനാവശ്യമായ വിഷയത്തിൽ ഒരു പൈസ ചെലവഴിച്ചാൽ അത് ധൂർത്താണ്. ഇസ്ലാമിക വിവാഹത്തിൽ എന്തിനാ പൂക്കള്, എന്തിനാ പൂവ്? ഞാൻ ഉദാഹരണം പറയുന്നു. എവിടെന്നാ പൊക്ക കൊടുത്ത് സ്വീകരിക്കുന്ന സംസ്കാരം വന്നത്? ഏത് പ്രവാചകൻ അനുയായിയാണ്? ഏത് പ്രവാചകൻ അനുയായികൾക്ക് ശേഷമുള്ള താപികളാണ്? എവിടെയാണ് നിങ്ങൾ ആലോചിച്ചത്? ഒരു ഉപകാരവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ 100 അല്ലെങ്കിൽ 1000 ചെലവഴിക്കുന്നത് ധൂർത്താണ്. അങ്ങനെയാണ് ഇമാമുകൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്കൊരു ഷാൾ കൊടുത്തൂടെ? ഒരു വരൻ വരുമ്പോൾ സ്വീകരിക്കട്ടെ, ഒരു ഷാൾ അണിച്ച് സ്വീകരിക്കുക, പിന്നീട് അത് ഉപയോഗിക്കാലോ. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അതിന് ഉപയോഗം ഉണ്ടല്ലോ, ഉപകാരം ഉണ്ടല്ലോ. ഒരു ഉപകാരവുമില്ലാത്ത, ഒരു നിലക്കും നമുക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത സംഗതികൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് മുഴുവൻ ധൂർത്തായിട്ടാണ് ഇമാമുകൾ മനസ്സിലാക്കിയത്. 1000-ങ്ങളും 10,000-ങ്ങളും ധൂർത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ ഉമ്മത്ത് ധൂർത്തിന്റെ ആപേക്ഷികത പറയുന്നത്. ഭക്ഷണം മാന്യമായിരിക്കണം. ഖുർആനിൽ എല്ലായിടത്തും പറഞ്ഞു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലയോ ആദമിന്റെ സന്താനങ്ങളെ, അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രധാരണത്തോടുകൂടി, കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രധാരണ രീതിയോടുകൂടി നിങ്ങൾ ആ സീനത്തോടുകൂടി പോകണം. വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റിസ്ക്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, അനുവദനീയമാണ്. വശ്റബൂ, നിങ്ങൾ കുടിക്കുക, അനുവദനീയമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലാ തുസ്രിഫൂ, ഈ രണ്ടിലും ഇസ്റാഫ് പാടില്ല. കഴിക്കുന്ന ഒരാൾ ഇസ്റാഫോട് കൂടി കഴിക്കാൻ പാടില്ല. വിളമ്പുന്ന ഒരാൾ ഇസ്റാഫോട് കൂടി വിളമ്പാൻ പാടില്ല. കൊടുക്കുന്ന ഒരാൾ ഇസ്റാഫോട് കൂടി ഒരുക്കാൻ പാടില്ല. എല്ലാ രംഗത്തും പാടിക്കട്ടെ. ഞാൻ ഇനി ഇസ്റാഫോട് കൂടി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ സുന്നത്ത് പറഞ്ഞില്ലേ, 1/3 റസൂലുള്ളാഹി ഭക്ഷണം കഴിച്ചത്. മറന്നുപോരുത്. നമ്മുടെ താടി നീളും, ജുബ്ബയുടെ നീളം നീളും, ഇട്ടിരിക്കുന്ന പൈജാമയുടെ നീളം കുറയും. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രവാചകന്റെ നിർദ്ദേശം നമ്മൾ പലപ്പോഴും മറന്നു പോകും. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ, പ്രവാചകൻ 7 പാത്രം ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തു. ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം കുടിച്ചു. 7 പാത്രം ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തു, അത് മുഴുവൻ അദ്ദേഹം കുടിച്ചു. പ്രവാചകൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് വീണ്ടും ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തപ്പോൾ ഒരൊറ്റ പാത്രം കുടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മതിയിട്ടോ. കാഫിറും മുസ്ലിമും തമ്മിലുള്ള ഭക്ഷണത്തിന്റെ അന്തരം പഠിപ്പിച്ചത് ആ ഒരു ചരിത്രം. 7 കുടലുണ്ടോ? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കാഫിറിന് 7 കുടലുകളും മുസ്ലിമിന് 1 കുടലുമാണ് എന്ന് പറഞ്ഞു. എന്നാണ് നമ്മൾ കീറി മുറിച്ച് നോക്കിയിട്ട് കുടലിൽ എണ്ണ എടുക്കണ്ട, അത് ആലങ്കാരികമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. കാഫിർ വാരി വലിച്ചു തിന്നുമ്പോൾ, കാഫിർ ഒരു അതിർത്തിയും ഒരു നിലപാടുമില്ലാതെ അവന്റെ കുടലുകൾ വാരി നിറച്ചു തിന്നുമ്പോൾ, വിശ്വാസി അവൻ വളരെ കൃത്യതയോടുകൂടി അളന്ന് മുറിച്ചാണ് അവന്റെ ഭക്ഷണശീലം എന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് ചിന്തിച്ചാൽ, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയം കൂടുതൽ പറയില്ല, കാരണം ഞാൻ പല ആഴ്ചകളിലും ആ വിഷയം പറഞ്ഞു പോയാണ്. എൻ്റെ എല്ലാ വിഷയങ്ങളിലും ഞാനത് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു നിക്കാഹിന്റെ ബർക്കത്ത് ഉണ്ടാകുക?
എത്ര വലിയ തങ്ങളെ കൊണ്ട് നമ്മൾ നിക്കാഹിച്ചാലും, എത്ര വലിയ ആലിമു വന്ന് വിവാഹത്ത് നടത്തിയാലും, എത്ര വലിയ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ വന്നതിന് കാർമ്മികത്വം കൊടുത്താലും, ആ കാർമ്മികത്വം കഴിഞ്ഞിട്ട് ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറയുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ നീണ്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ആമീൻ പറഞ്ഞിട്ട് പിന്നെ വധുവിനെയും കൊണ്ട് സ്റ്റേജിലേക്ക് വരുന്നത് മുതൽ തുടങ്ങുന്ന ഒരു അംഗമുണ്ട്. ഈ അംഗത്തിൽ ഏതാണ് ധൂർത്തല്ലാത്തത്? അവിടെ എവിടെയാണ് ഇസ്ലാം ഉള്ളത്? അതിലേതിലാണ് അനിസ്ലാമിക ഇല്ലാത്തത്? നിങ്ങൾ പറയും. നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. ഏത് കല്യാണം ആലോചിച്ചോ? എനിക്കുണ്ട് മക്കള്, വിവാഹപ്രായമെത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും അവന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആക്ഷേപം പറയാൻ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓതി കേൾപ്പിച്ച ഒരു ആയത്തില് അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാന്റെ ദീനിൽ നിന്ന് ധാരാളം ആളുകളെ തടഞ്ഞവരാണ്. അന്യായമായ മാർഗങ്ങളിലൂടെ ധനസമ്പാദനം നടത്തിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം മോശമായ നിലപാടുകൾ സ്വീകരിച്ചവരെന്ന് ജൂതന്മാരായിട്ടുള്ള യഹൂദന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ഈ ഇസ്ലാമിൽ നിന്ന് തടയപ്പെടാനുള്ള കാരണക്കാരൻ ഞാനും നിങ്ങളോട്. എങ്കിൽ നിങ്ങളിൽ വിവാഹമാണ്. ആ വിവാഹത്തിൽ നമ്മൾ പറയുന്ന ആപേക്ഷികതയുടെ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധൂർത്താണ്. ഈ ധൂർത്ത് ആര് ചെയ്താലും ശരി, അത് മൗലവി ചെയ്താലും ശരി, മുസ്ലിയാർ ചെയ്താലും ശരി, പ്രസിഡന്റ് ചെയ്താലും ശരി, സെക്രട്ടറി ചെയ്താലും ശരി, ഖത്തീബ് ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവനെ മുസ്ലിങ്ങളുടെ കടത്തിൽപ്പെടുത്താൻ പറ്റില്ല എന്നല്ല, അവനെ ശൈത്വാനിന്റെ കടത്തിനെ പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അത്രയേറെ പൈശാചികമായ പിശാചിന്റെ സഹോദരനായി സഞ്ചരിക്കുന്ന ഒരുവനെ അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പിശാചിന്റെ ക്വാളിറ്റി എന്താണ്? വകാന ശൈത്വാൻ റബ്ബിഹി കഫൂറ. റബ്ബ് പറഞ്ഞതിനെ എല്ലാം നിഷേധിക്കുക, റബ്ബിന്റെ ആജ്ഞകളെയെല്ലാം തള്ളിക്കളയുക, റബ്ബിന്റെ കൽപ്പനകളെയെല്ലാം നമ്മൾ നിരാകരിക്കുക. അതാണ് ശൈത്വാനിന്റെ ക്വാളിറ്റി. അക്വാളിറ്റി ആ മനുഷ്യനുള്ളൂ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നമ്മൾ നന്നായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സംസ്കാരം, ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാതൃക, ഈ രംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഇസ്ലാമികമായ ലാളിത്യം അള്ളാഹുവിന്റെ ബർക്കത്തുകൾ കൊണ്ട് മൂടപ്പെടുകയും അനുഗ്രഹീതമായി വർഷിക്കപ്പെടുകയും ചെയ്യേണ്ട ഏറ്റവും മഹത്തായ നിക്കാഹിന്റെ വേളകളിൽ അത് തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു നെയ്യത്തോടു കൂടി പോകാനുള്ള പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ടവർ ആ രംഗത്ത് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്ത് കാലം നമ്മളോട് തേടുന്ന ഏറ്റവും വലിയ ഇസ്ലാഹ് അതാണ് എന്ന് കൂടി പറയുന്നതോടൊപ്പം കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇഫ്സാദ് ഏറ്റവും കൂടുതൽ അവിടെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരിലും, ക്യാമ്പയിൻ നടത്തുന്നവരിലും, അതുപോലെ തന്നെ സമൂഹത്തോട് പ്രസംഗിക്കുന്നവരിലും, സമൂഹത്തോട് ഖുത്ബ നടത്തുന്നവരിലും ഒക്കെ അവനവന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും അത് മറന്നു പോകുന്ന ഒരു വിരോധാഭാസത്തിന്റെ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിയ്യത്തെടുക്കുക, നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്ത് ഇസ്ലാമികമായ വിവാഹങ്ങളല്ലാതെ, അത്തരമൊരു വിവാഹത്തിന്റെ വലീമകളല്ലാതെ ഒരിക്കലും ആ രംഗത്തേക്ക് കാലെടുത്തു വെക്കാൻ ഞാൻ തയ്യാറാകില്ല എന്ന പ്രതിജ്ഞയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അതിന്റെ ശരിയായ ഗൗരവത്തോടു കൂടി ചിന്തിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ല രൂപത്തിൽ, അവന്റെ പൂർണ്ണമായ സംതൃപ്തമായ രൂപത്തിൽ അതിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഇരുവരെയും ഇരു കൂട്ടരെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم وسلام على المرسلين والحمد لله رب العالمين. اتقوا الله عباد الله. وقد قال النبي صلى الله عليه وسلم സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും
അവൻ്റെ വിധിവിലക്കുകൾ ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമം എപ്പോഴും നാം ഓരോരുത്തരും കൈക്കൊള്ളണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെയൊക്കെ നിലപാടുകൾ ഇസ്ലാമികമായി അന്യം നിന്ന് പോകുന്നത് കൊണ്ട് ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും നടത്തുന്ന വലീമ അഥവാ വിവാഹാനന്തരം നടത്തപ്പെടേണ്ട സദ്യ, അത് സദ്യകളിൽ വെച്ച് ഏറ്റവും മോശമായി പോകുന്നുണ്ട്. അതെന്താണ്? പലപ്പോഴും നമ്മൾ വലിയ വലിയ ഹാളുകളിലേക്കാണ് നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പോകുന്നത്. എല്ലാവരും വാഹനത്തിനാണ് വരുന്നത്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം, ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നമ്മുടെ സൊഫുകളിൽ നമ്മളോടൊപ്പം നിന്ന് നമസ്കരിക്കുന്ന, എന്നും നമ്മൾ കാണുന്ന, നമ്മൾക്കൊരാപത്ത് വന്നാൽ ഓടി വരാനുള്ള അയൽവാസികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ തലേന്ന് വിളിച്ച് അവിടെ ഒരു സാധാരണ ഭക്ഷണവും കൊടുത്ത് പിന്നെ നമ്മൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു വലിയ ഹാളെടുത്ത് അവിടേക്ക് VIP-കളായിട്ടുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന വിവാഹ സദസ്സുകളായി, വിവാഹ സദ്യകളായി ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരുടെയെങ്കിലുമൊക്കെ വലീമ മാറുന്നുണ്ട്. മഹാനായ പ്രവാചകൻ പറയുകയാണ്, ശർറു ത്വആം, ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും മോശം ത്വആമുൽ വലീമ, വിവാഹത്തോടനുബന്ധിച്ച് ചിലർ നടത്തുന്ന ഭക്ഷണമാണ്, അവർ നൽകുന്ന ഭക്ഷണമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അങ്ങനെ അവരുടെ ആ വലിയ ഹാളിൽ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ വിളമ്പുന്ന, വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വിളമ്പുന്ന ആ വലിയ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന വിവാഹത്തിലേക്ക് സമ്പന്നന്മാരായ ആളുകളെ വിളിക്കുകയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളോടൊപ്പം തോളോട് തോളൊരുമി നമ്മുടെ പള്ളികളിൽ നമസ്കരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ തലേന്ന് ഒരു വിഭവത്തോടു കൂടി ഒതുക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. അവരെ ഉപേക്ഷിക്കണേ, അവരെ നമ്മൾ ക്ഷണിക്കുന്നത് അത് വീട്ടിലേക്ക് മാത്രം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഹാളിലേക്ക്, അങ്ങനെ പോകുകയാണ് കാര്യങ്ങൾ. ഇങ്ങനെ പോകുന്ന ഒരു ഭക്ഷണമുണ്ടല്ലോ, അതാണ് ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ഭക്ഷണം. എന്നിട്ട് റസൂൽ പറഞ്ഞു, വമൻ തറക ദഅവ, അങ്ങനെ ആരെങ്കിലും ആ പാപങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ്, അവരെ ക്ഷണിക്കുന്നത് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഫഖദ് അസല്ലാഹ വറസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, റവാഹുൽ ബുഖാരി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ധിക്കാരം പ്രവർത്തിച്ചിട്ടാണ് തീർച്ചയായും അവന്റെ ക്ഷണം, അവൻ നടത്തുന്ന ആ വലീമ അള്ളാഹു അവന്റെ റസൂലോ കൽപ്പിച്ചത് പ്രകാരമല്ല, അവരോടുള്ള ധിക്കാരമാണ് എന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ചിലപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ആകുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കുകയും എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കുകയും അവിടെ വിളമ്പുന്ന ഭക്ഷണം അത് ഏറ്റവും ലളിതമായിരിക്കുകയും, എന്നാൽ തീർച്ചയായും നമ്മൾ നമ്മുടെ എല്ലാവിധത്തിലുമുള്ള ഇസ്ലാമികമായ മൂല്യങ്ങളോടുകൂടി അത് അന്തസ്സാർന്ന രീതിയിൽ തന്നെ നിർവഹിക്കുകയും ചെയ്യുക. ഒരുപാട് വിഭവങ്ങൾ അവിടെയും ഇവിടെയും നിരത്തി വെച്ച് നാൽക്കാലികളെ പോലെ മേയുന്നതിലല്ല പ്രിയപ്പെട്ടവരെ പ്രൗഢി, മറിച്ച് മാന്യമായും നമ്മൾ വിളിക്കുന്ന അതിഥികളെ ബഹുമാനിച്ചും നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നിടത്താണ്, അവരെ നമ്മൾ തീർച്ചയായും പരിഗണിക്കുന്നിടത്താണ് ഇസ്ലാമികമായിട്ടുള്ള മര്യാദയുള്ളത്, അവിടെയാണ് അള്ളാഹുവിൻ്റെ ബർക്കത്തുള്ളത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയുക. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും വെള്ളിയാഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ എല്ലാവിധ ഖൈറായ തീരുമാനമെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുത്ബ അല്പം നേരത്തെ അവസാനിപ്പിക്കുന്നു. പല ആളുകളും നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി വന്ന് അവർ വളരെ പ്രയാസത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്ഷകർത്താക്കൾ മക്കളെയും കൊണ്ട് വന്നിരിക്കുന്ന വലിയ പ്രതീക്ഷയോടുകൂടി വന്നിരിക്കുന്ന ആ
അവർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ യാത്രകളെ എല്ലാം അല്ലാഹു തആല ഏറ്റവും എളുപ്പമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും ഈ ഉമ്മത്തിലുള്ള എല്ലാവർക്കും ഈ ഇസ്ലാമികമായ സമൂഹത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ ദീനിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഇസ്സത്തോടു കൂടി ഭൗതികമായ ലോകത്ത് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുവാനുള്ള ഏറ്റവും നല്ലൊരു ഉമ്മത്തായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെ ഈ ഉമ്മത്ത് കഷ്ടപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും അല്ലാഹു തആല അവന്റെ സഹായം കൊണ്ട് അവരുടെ എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് വന്ന് ഭവിച്ച ദുരന്തങ്ങളിൽ എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാറ്റിൻ്റെയും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉമ്മത്തായി മാറാനുള്ള എല്ലാവിധ തൗഫീഖ് അല്ലാഹു തആല നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നൊക്കെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു തആല ഈ ദീനിൽ എപ്പോഴും ഉറപ്പിച്ചു നിർത്തി അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രവർത്തനങ്ങളും വലിയൊരു ആശ്വാസമായി നാളെ പാരത്രിക ലോകത്തേക്ക് അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഅലൈക توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين. تقبل الله منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.